10 വർഷങ്ങൾക്ക് ശേഷം ജമ്മു കശ്മീരിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. സംസ്ഥാനത്തിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞതിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂളാണ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. 90 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് 3 ഘട്ടമായി നടക്കും. സെപ്റ്റംബർ 18, 25, ഒക്ടോബർ 1 തീയതികളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. സംസ്ഥാനത്ത് മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും സുരക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അറിയിച്ചു. Security threats to the candidates, to the districts, to other vulnerable positions or areas would be thoroughly under radar of the establishment. ജമ്മു കാശ്മീരിൽ 3ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഒക്ടോബർ 1-നാണ് ഹരിയാനയിലെ 90 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2 സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ ഒക്ടോബർ 4-നാണ്. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭകളുടെ കാലാവധി 6 മാസത്തിനുള്ളിൽ അവസാനിക്കുമെങ്കിലും കമ്മീഷൻ ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കും നടക്കേണ്ട ഉപതെരഞ്ഞെടുപ്പുകൾ ഉടൻ നടക്കാൻ സാധ്യതയില്ല എന്ന സൂചനയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്. വയനാട്ടിൽ നിലവിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. तो जहां पार्लियामेंट्री इलेक्शन होना है वहां तो अभी बड़ी आपदा आई है, वहां चुनाव नहीं हो सकता फिलहाल तुरंत. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും 46 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. ഈ തെരഞ്ഞെടുപ്പുകൾ 6 മാസത്തിനുള്ളിൽ നടത്തുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.